LDF സർക്കാർ അധികാരത്തിലെത്തിയാൽ 418 ബാറുകളും തുറന്നു തരാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയെന്ന് ബിജു രമേശ് പറയുന്ന ശബ്ദരേഖ പുറത്ത്. 2014 ഡിസംബർ 31 നടന്ന ബാർ അസോസിയേഷൻ കോർ കമ്മിറ്റി യോഗത്തിലാണ് ബിജു ഇക്കാര്യം പറഞ്ഞത്. ബാർ കോഴക്കേസ് അന്വേഷിച്ച SP R സുകേശൻ പറഞ്ഞതനുസരിച്ചാണ് 4 മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നും ബിജു യോഗത്തിനിടെ പറയുന്നുണ്ട്. ബാർ കേസിലും സോളാർ കേസിലും പ്രതിരോധത്തിൽ നിൽക്കുന്ന UDF സർക്കാരിന് ലഭിച്ച പിടിവള്ളിയാണ് CPM നേതാക്കൾക്കെതിരെയുള്ള ബിജു രമേശിന്റെ ആരോപണം. 418 ബാറുകളും തുറന്നു തരാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയതായി ബിജു രമേശ് യോഗത്തിനിടെ പറയുന്നു. പിണറായി വിജയനുമായും കോടിയേരി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ VS അച്യുതാനന്ദന്റെ നിലപാടാണ് പ്രധാനം. നമുക്കെല്ലാം കൂടി VSനെ കണ്ട് സംസാരിക്കണം. കോടിയേരി ബാക്കിയുള്ളവരൊക്കെ തുറന്നു തരാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് കോടിയേരി പറഞ്ഞാൽ VS പറ്റൂലെന്ന് പറഞ്ഞാലോ മറ്റ് ബാർ മുതലാളിമാർ ഒപ്പം നിൽക്കുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് UDF സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കാമെന്നും ബിജു രമേശ് വിശദീകരിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP R സുകേശനെ SI ആയിരുന്ന കാലം മുതൽ അറിയാം. വളരെ സൗഹാർദ്ദപരമായാണ് മൊഴി രേഖപ്പെടുത്തിയത്. സുകേശന്റെ ആവശ്യപ്രകാരമായിരുന്നു 4 മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണം. എനിക്കൊന്നും പറയാൻ പറ്റില്ല. സർക്കാരിനെ താഴെയിറക്കാൻ ബാർ മുതലാളിമാരുമായി ചേർന്ന് പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്ന ആരോപണം ബാർ കോഴക്കേസ് ഉയർന്നത് മുതൽ UDF നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ഇത് സാധൂകരിക്കുന്നതാണ് പുറത്തുവന്ന ശബ്ദരേഖ. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. CPM നേതാവ് ശ്രീ രാജു എബ്രഹാമും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ കോഴിക്കോടും ബാർ ഉടമയും ബാർ അസോസിയേഷൻ നേതാവുമായ ശ്രീ VM രാധാകൃഷ്ണൻ പാലക്കാട് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഏത് നിലക്ക് ഭരണപക്ഷത്തിൻ്റെ വാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാവുന്ന ശബ്ദരേഖയാണ് ബിജു രമേശിൻ്റെതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഞങ്ങൾ ബിജു രമേശിൻ്റെ ഈ കാര്യത്തിൽ വളരെ നേരത്തെ തന്നെ ശ്രീ K ബാബു അദ്ദേഹം നിയമസഭയെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ തിരുവനന്തപുരത്തെ ഒരു MLAയുടെ വീട്ടിൽ ബിജു രമേശും CPMൻ്റെ നേതാക്കൾ ഒത്തുകൂടിയിരുന്നു. അവിടെ വെച്ച് ഇങ്ങനെ ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടു. അതായത് ഗവൺമെൻറ്റിനെ കൂടുതൽ ഡിഫെൻസീവിലാക്കാൻ വേണ്ടി ആരോപണങ്ങൾ കൂടുതൽ പറയുക. കൂടുതൽ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ഡിഫെൻസീവിലാവും. അപ്പോഴേക്കും ഗവൺമെൻറ് തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യുക. അതിന് പ്രത്യുപകാരമായി അവർ അധികാരത്തിൽ വരുമ്പോഴേക്കും സഹായിക്കാവുന്നൊരു ഉറപ്പ് കൊടുത്തു വന്ന് ഇപ്പോഴല്ല, ശ്രീ ബാബു നിയമസഭയുടെ അകത്ത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പേര് പറഞ്ഞില്ല, പിന്നെയാണ് അദ്ദേഹം പേരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഞങ്ങൾക്ക് അറിവുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രൂഫായിട്ട് ഇന്ന് ബിജു രമേശ് അവരുടെ ബാർ അസോസിയേഷനിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ CPMൻ്റെ സെക്രട്ടറി ശ്രീ കോടിയേരി പറഞ്ഞിരിക്കുന്നത് അത് എഡിറ്റ് ചെയ്ത ഒരു ഡിസ്കാണ്, CD ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ്. ഒരു കാര്യം തീർച്ചയാണ്, ഇതിൻ്റെ അകത്ത് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ ഉള്ള ശ്രമം നടന്നു. അത് പ്രതിപക്ഷം കൂട്ടുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വെളിച്ചം തരുന്നതാണ് ഇന്നത്തെ CD എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. തിരിച്ചു വരാം. ശ്രീ VM രാധാകൃഷ്ണൻ, എങ്ങനെ എഡിറ്റ് ചെയ്തതാണെങ്കിലും ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് 418 ബാറുകളും തുറക്കാം എന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണല്ലോ ബിജു രമേശ് പറയുന്നത്. ബാറുകൾ തുറക്കാനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബാർ ഉടമകൾ നടത്തുന്ന വലിയ രാഷ്ട്രീയ കളികളാണോ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടുള്ള തുടരൻ ആക്ഷേപങ്ങളിലൂടെ പുറത്തു വരുന്നത്? ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഇത്രയാണ്. ഈ കേരള ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഒരു 5 അംഗ സംഘമായിരുന്നു. ഈ 5 അംഗ സംഘം എറണാകുളം കേന്ദ്രീകരിച്ചായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. ഇപ്പോൾ ശ്രീ ബിജു പറയുന്ന തരത്തിലുള്ള പണമിടപാടോ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ മറ്റേതെങ്കിലും അംഗം പറയുന്ന രൂപത്തിലുള്ള പണമിടപാടുകളോ നടത്തിയിട്ടുള്ളത് ഇവരുടെ സ്വന്തം നിലക്കുള്ള പണമിടപാടല്ല. ശ്രീ ബിജു രമേശ് പറയുന്ന അദ്ദേഹം കുറച്ച് പണം കൊടുത്തിരുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു, വസ്തുതയാണ്.
അതേസമയം ബാക്കി പണം മുഴുവൻ ആരുടെയാണ്? ഈ സംഘത്തിൽ പിരിഞ്ഞാണ്. അതിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്താൻ കേരള ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. 23/5/2015 റിനൈസൻസ് ഹോട്ടലിൽ വെച്ച് നടത്തിയ ഒരു യോഗത്തിൽ വെച്ച് അതിനുശേഷം ആ യോഗ അനന്തരം പത്രപ്രവർത്തകരെ കണ്ടപ്പോൾ ഇതിൻ്റെ നേതാക്കൾ പറഞ്ഞു, അടുത്ത ദിവസം തന്നെ ഞങ്ങളൊരു യോഗം വിളിച്ച് ഇതിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്തുമെന്നും. അവരത്തരത്തിൽ കണക്കുകൾ വെളിപ്പെടുത്താത്തത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ദുരൂഹതകൾ ഇപ്പോഴും മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിൻ്റെ ഭാഗമായാണ് ഇവർ സത്യസന്ധമായ കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നില്ല, ഇതിൻ്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നില്ല. ഈ അടുത്ത ദിവസം ഒരു പത്രത്തിലൂടെ ഞങ്ങൾ ജനറൽ ബോഡി വിളിക്കില്ലെന്ന് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വെല്ലുവിളിക്ക് വരേണ്ടായ അംഗങ്ങളെ. ഈ വിവരങ്ങൾ അറിയുന്നത് വരെ ഇത് സംബന്ധിച്ച നിജസ്ഥിതി പറയാൻ ഞങ്ങളാളല്ല, ഞങ്ങൾക്ക് കഴിയില്ല. ഈ ഇടപാടുകൾ മുഴുവൻ നടത്തിയെന്ന് അവകാശപ്പെടുന്നവരും എതിർക്കുന്നവരും എല്ലാം ഇതിൻ്റെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന കുറച്ച് പേരാണ്. അവരവിടെ നടത്തിയെന്ന് പറയുന്ന സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ എല്ലാ ചാനലുകളിലൂടെ ഇന്ന് കേൾപ്പിച്ചത്. അതിലാരും ഞങ്ങളാരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. സാധാരണ അംഗങ്ങളെ നോക്കുകുത്തികളായിക്കൊണ്ട് ഞങ്ങളവർ അന്ധമായി അവരെ വിശ്വസിച്ച ഞങ്ങളെ നോക്കുകുത്തികളാക്കിയിട്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ സമ്മതിക്കുന്നു ശ്രീ വി എം രാധാകൃഷ്ണൻ. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രീ രാധാകൃഷ്ണൻ, ഒരു കാര്യം കൂടെ, അതായത് ബാർ ഉടമകൾക്ക് ഏറ്റവും പരമപ്രധാനമായ ആവശ്യം അടച്ചുപോയ ബാറുകൾ തുറക്കുക എന്നതാണല്ലോ. അതിന് ഏത് നിലക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിലും അപാകതകളൊന്നുമില്ലല്ലോ. താങ്കളുടേത് അടക്കമുള്ള ആവശ്യം ബാറുകൾ തുറക്കുക എന്നതാണ്. ബാറുകൾ തുറക്കാൻ വേണ്ടി ഞങ്ങൾ ബാറുകൾ തുറന്നു തരാം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ പറഞ്ഞാൽ, ഉത്തരവാദിത്തത്തോടെ പറഞ്ഞാൽ, ഇപ്പറയുന്ന കാര്യങ്ങളടക്കം ചെയ്യുന്നതിൽ അപാകതയൊന്നുമില്ലല്ലോ അല്ലേ? അതായത് ബാറുകൾ തുറന്നു തരണം എന്ന ആവശ്യം നടപ്പാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ ആർക്കെതിരെയും എന്തും പറയാം എന്ന നിലപാട് ബിജു രമേശ് സ്വീകരിച്ചതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ അല്ലേ? തിരിച്ചു വരാം. ശ്രീ രാജു എബ്രഹാം, താങ്കളിൽ ഈ ചർച്ച തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതായിരുന്നു അതിൻ്റെ ശരിയായ രീതി. പക്ഷേ താങ്കൾ ഒരല്പം വൈകിയത് കൊണ്ട് എനിക്കത് ചെയ്യാനായില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ടി വന്നത്. ഈ ബാർ പൂട്ടിയതിൽ വിഷമത്തിലായ ഉടമകൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു നൽകാം, ബാറുകൾ തുറന്നു തരാം എന്ന് വാഗ്ദാനം നൽകി നടപ്പാക്കിയ കള്ളക്കളികളും രാഷ്ട്രീയ കളികളുമായിരുന്നോ ഇക്കണ്ട കാലം അത്രയും കേരളം കണ്ടത്? അല്ല സനീഷേ, ഈ ബാറ് തുറന്നു കൊടുക്കാൻ ഞങ്ങൾ ഭരണകക്ഷിയൊന്നും അല്ലല്ലോ. 2, ഞങ്ങൾക്ക് എതിരായിട്ട് ഒരു അഴിമതി ആരോപണവും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ലല്ലോ. 3, ഈ വന്നിരിക്കുന്ന CD ഇത് എഡിറ്റഡ് CD അല്ലേ? ഇത് ശങ്കർ റെഡ്ഡിയെ 3 ഉയർന്ന സീനിയർ ഉദ്യോഗസ്ഥന്മാരെ കടത്തിവെട്ടി വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചപ്പോൾ തന്നെ ഇതും ഇതിനപ്പുറവും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ആർക്കും അറിയാൻ വയ്യാത്ത ഇവിടെ ഇപ്പോൾ പുറത്തുവിട്ട CD, ആ CD-യുടെ പൂർണ്ണ രൂപം പുറത്തുവിടട്ടെ. ആ പൂർണ്ണ രൂപം എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? പുറത്തുവിട്ടാൽ ആ CD-ക്കകത്ത് കുറച്ച് മന്ത്രിമാരുണ്ട്. അത് ആക്ഷേപമല്ല, അത് പണം വാങ്ങി എന്ന ആരോപണത്തിന് വിധേയമായ മന്ത്രിമാരുടെ പേരുകളാണ് ഈ പൂർണ്ണമായ CD-ക്കകത്തുള്ളത്. ഇപ്പോൾ CPM-നെതിരെ ഇങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ CPM-നെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുക. ആ കേസെടുത്ത് അന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ CD-യിൽ ആരോപണ വിധേയരായ, അതായത് പണം വാങ്ങിയെന്നല്ല, ആരോപണ വിധേയരായ മന്ത്രിമാർക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തി അതിനൊരു യുക്തിയാണ് നമുക്ക് കാണേണ്ടത്. ആ യുക്തി ഇല്ലായ്മയാണ് ഇവിടെ ദൗർഭാഗ്യവശാൽ ഒരു എഡിറ്റഡ് CD മാത്രം പുറത്തുവിട്ട് CPM-നെതിരെ ഒരു കരിവാരിത്തേക്കൽ. CPM ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അസന്നിഗ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അത്തരം ഒരു ചർച്ച നടന്നിട്ടില്ല, ഇവിടെ അങ്ങനൊരു യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാർ ഉടമകളെ നമ്പുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. കേരളത്തിലെ ബാർ ഉടമകളിൽ 98% ഞങ്ങളുടെ പാർട്ടി അനുഭാവികളുമല്ല. അപ്പം ഏത് രാഷ്ട്രീയ ചായ്വുള്ള ആളുകളാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഓരോ സ്ഥലത്തെ ഉടമകളെയും ആ പ്രദേശത്തെ ജനങ്ങൾക്കറിയാം. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ഞങ്ങൾക്കൊട്ട് താല്പര്യവുമില്ല. ഇതിലും വലിയ വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ, മറിച്ചിടാൻ ഞങ്ങളില്ല എന്ന് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ശ്രീ രാജു എബ്രഹാം, പക്ഷേ ശ്രീ രാജു എബ്രഹാം, വീണ്ടും ഒരു സംശയം വരുന്നത്, താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെയും ഈ സംശയം തോന്നുന്ന ഒരു കാര്യം,
ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ മദ്യനയത്തിൽ ആവശ്യമെങ്കിൽ മാറ്റം വരുത്തും എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, മുൻ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വെച്ചുകൂടെ നോക്കുമ്പോൾ വേണമെങ്കിൽ തുറന്നു തരാം എന്നൊരു ഉറപ്പ് നൽകുകയും ഈ സർക്കാരിനെ മറിച്ചിടണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും CPM എന്ന് ആക്ഷേപം വന്നാൽ അത് ശരിയാണല്ലോ എന്ന തോന്നലുണ്ടാക്കും. ഈ മദ്യനയത്തിൽ വരുത്താമെന്ന് പറഞ്ഞ മാറ്റം ഇതായിരുന്നോ? അതുകൊണ്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയ കളി ലക്ഷ്യമിട്ടിരുന്നോ? ഒരിക്കലും സനീഷ്, ഞങ്ങൾ മദ്യനിരോധനത്തിന് ഞങ്ങൾ എതിരാണ്. ഞങ്ങൾ മദ്യവർജനം എന്ന നിലപാട് എത്രയോ വർഷങ്ങളായി ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ ഒക്കെ തന്നെ ആ നിലപാടിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമേ ഞങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളൂ. കാരണം മദ്യനിരോധനം എന്ന് പറയുന്നത് ലോകത്ത് ഒരിടത്തും വിജയിക്കാത്ത ഒരു നയമാണ്. ഇപ്പം കേരളത്തിൽ തന്നെ ബാർ പൂട്ടിയപ്പോൾ തന്നെ ഇവിടെ കഞ്ചാവ് മാഫിയ കേരളം പിടിച്ചെടുത്ത് കഴിഞ്ഞില്ലേ? ഇതിനോടകം തന്നെ അതിൻ്റെ ഒരു അംശമെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? അപ്പം ഇത് സ്വാഭാവികമായും ലോകത്തിൽ ഈ നിരോധനം നടപ്പാക്കിയ എല്ലാ സ്ഥലങ്ങളിലും വന്ന കാര്യം തന്നെയാണ്. ഇവിടെ സിഗരറ്റ് ജനങ്ങൾ പുകവലി കുറച്ചതുപോലെ തന്നെ ബോധവൽക്കരണത്തിലൂടെ ഇവിടെ മദ്യം ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഉറച്ച നിലപാട് എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം കൂടുതൽ വിശദാംശങ്ങൾക്കായി. ശ്രീ രാജു അബ്രഹാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഈ സർക്കാരിനെ അട്ടിമറിക്കാനായി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാറുകൾ തുറക്കാമെന്ന വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ, അത് കുറ്റകരമാണ് എന്ന് സർക്കാർ കണക്കാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന വെല്ലുവിളിയാണ് നേരത്തെ കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ ശ്രീ രാജു അബ്രഹാമും ഉയർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് സർക്കാർ? ഈ എല്ലാ വെളിപ്പെടുത്തലിൻ്റെയും പേരിൽ കേസെടുക്കാൻ കഴിയുമോ? ഒരു അന്വേഷണം തീർച്ചയായിട്ടും ആവശ്യമുള്ളതാണ്. ഈ അന്വേഷണത്തിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യമായ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള തെളിവുണ്ടെങ്കിലേ കേസെടുക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിനും കേസെടുക്കാൻ പറ്റുമോ? അത് അന്വേഷിക്കേണ്ട ആവശ്യം അന്വേഷിക്കും ഗവൺമെൻറ് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, എല്ലാം കയറി പറയും. ഒന്നാമത്തെ കാര്യം, ഇവർ ഈ പറയുന്ന ആൾക്കാരുടെ വെളിപ്പെടുത്തലിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓരോ സമയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ അടിക്കാൻ ഉപയോഗിക്കുന്നു, അവരെ അടിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അവരുടെ താല്പര്യം ഇത്രേ ഉള്ളൂ. സാമ്പത്തികമായി നഷ്ടം സംഭവിച്ച ഒരു സെറ്റാണ് ബാറുടമ, പ്രത്യേകിച്ച് ബിജു രമേശിനെ പോലുള്ള ആൾക്കാർ. അപ്പോൾ അവർ ഞങ്ങൾക്കെതിരാണ്. ഇനി CPM അവരെ സഹായിക്കില്ല എന്ന് തോന്നുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം. പക്ഷെ ഒന്നുള്ളത്, ഈ ജനങ്ങളുടെ മുമ്പാകെ ഈ വെളിപ്പെടുത്തൽ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഭരണകക്ഷിക്ക് മാത്രമല്ല ക്ഷീണാൻ്റെ. ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ സംശയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കേസെടുക്കണം വേണ്ട. അപ്പോൾ തന്നെയും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, സർക്കാരിന്റെ കാര്യം കൂടുതൽ പരുങ്ങല്ലാവുകയല്ലേ ചെയ്യുക? ഈ പറയുന്ന യോഗത്തിൻ്റെയൊക്കെ ശബ്ദരേഖ മുഴുവൻ എടുത്ത് പരിശോധിക്കാൻ നിന്നാൽ ഇത്ര പണം ഞാൻ നൽകിയില്ലേ എന്ന് ചില ബാറുടമകൾ ഇന്ന ആവശ്യങ്ങൾക്ക് ഇന്ന ആളുകൾക്ക് ഇന്ന മന്ത്രിമാർക്ക് നൽകാനായിരുന്നു ഞാൻ നൽകിയത് എന്നതടക്കം പലരും പറയുന്നതായുള്ള ശബ്ദരേഖകളുണ്ടല്ലോ. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ നിന്നാൽ, എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യപ്പെടാതെയുള്ള ശബ്ദരേഖയെടുത്ത് അന്വേഷിക്കാൻ നിന്നാൽ സർക്കാരിന് തന്നെയല്ലേ ബുദ്ധിമുട്ടുണ്ടാവുക? എന്തിനാണ് CPM കൂടുതൽ തെളിവുകളുമായി നിങ്ങൾ കൃത്യമായി നിന്നാൽ ഈ സർക്കാർ, അടുത്ത സർക്കാർ വരികയാണെങ്കിൽ ബാറുകൾ തുറന്നു തരാം എന്നാണല്ലോ പറയുന്നത്. എന്ന് വെച്ചാൽ തെളിവുകൾ എന്തിനാണ് നൽകേണ്ടത്? ഈ സർക്കാരിനെതിരായിട്ടുള്ള തെളിവുകൾ, മന്ത്രിമാർക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള തെളിവുകൾ, അക്കാര്യങ്ങൾ അതിന് മുമ്പും പിമ്പും പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ നൽകിയാൽ എന്ന ഭാഗം എഡിറ്റ് ചെയ്താണ് എൻ്റെ ശബ്ദരേഖ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്ന് ബിജു രമേശ് നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അന്വേഷണത്തിനൊക്കെ വിധേയമാക്കിയാൽ കാര്യങ്ങൾ തിരിഞ്ഞു വരികയും സർക്കാരിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയുമല്ലേ ചെയ്യുക? ഒരിക്കലും അല്ലല്ലോ. ഇതിൻ്റെ അകത്ത് ബാറുടമകളുടെ അസോസിയേഷനാണ് പണം പിരിച്ചെന്ന് അവർ പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ബാറുകാരും പറയുന്നത് എന്താ? അവർ നേരിട്ട് കൊടുത്താലും പറയുന്നില്ലല്ലോ. അവർ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് നിന്ന് അസോസിയേഷൻ പണം, ഇപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞങ്ങനെയാണല്ലോ, ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ പണം കൊടുത്തു, അസോസിയേഷൻ എന്ത് ചെയ്തു എന്ന് അവർ അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ ആരോപണം വന്നതിന് ശേഷവും കേരളത്തിൽ ഒരു ഇലക്ഷൻ നടന്നു. എവിടെ? അരുവിക്കര. അവിടെ ഇടതുമുന്നണി തോറ്റു. അപ്പോഴും ഇടതുമുന്നണി അന്ന് വളരെ ഡെസ്പറേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഫുൾ ടൈം മുന്നോട്ട് വിട്ടാൽ തങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല എന്നൊരു സന്ദർഭം കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ കൂട്ടി വായിക്കണം. ആ സമയത്താണ് ഇവർ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ്റിനെ താഴെയിടണം, ഈ ഗവൺമെൻറ് താഴെയിടണം.
ഈ ലോക്കൽ ബോഡി ഇലക്ഷന് കുറച്ച് വിജയം ഉണ്ടായതിനു ശേഷമാണ് രാജു എബ്രഹാമൊക്കെ ഒന്ന് ചിരിച്ചു തുടങ്ങി ധൈര്യമായിട്ട് നിൽക്കുന്നത്. അതുവരെ നടന്ന എല്ലാ ഇലക്ഷനിലും പരാജയപ്പെട്ടവരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം എന്ന് CPM ഇടതുപക്ഷം ചിന്തിച്ചാൽ അത് അവർക്ക് ന്യായീകരണം ഉണ്ടെന്ന്. തീർച്ചയായും അത് വ്യക്തമാണ്. ശ്രീ എ സജീവൻ, BS അച്യുതാനന്ദനും പിണറായിയും ഒന്നിച്ചു നിന്നാലും പൂട്ടിയ ബാറുകൾ തുറക്കാനാവുകയില്ല എന്ന നിലപാടാണ് അപൂർവമായി മാത്രം സമീപകാലത്ത് സംസാരിച്ചു കണ്ടിട്ടുള്ള ശ്രീ AK ആന്റണി ഇന്ന് പ്രസ്താവനയായി അദ്ദേഹത്തിൻ്റെ കണ്ടത്. BS പിണറായി ഒന്നിച്ചു നിന്നാലും പൂട്ടിയ ബാറുകൾ തുറക്കാനാവുകയില്ല എന്നത്. ഈ ബാറ് തുറക്കുക, മദ്യനയത്തെ അട്ടിമറിക്കുക എന്നത് ആണ് ഇവരുടെ ആത്യന്തികമായ പരിപാടി. അത് ചെയ്തു കൊടുത്ത് ബാറുടമകൾക്ക് അത്തരം ആനുകൂല്യം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പരിപാടിയാണിത് എന്നതടക്കമുള്ള രാഷ്ട്രീയ ദിശയിലേക്ക്, അത്തരം ചർച്ചകൾ ആ ദിശയിലേക്ക് നീങ്ങും എന്ന ആഗ്രഹമാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് AK ആന്റണിയുടെ അടക്കമുള്ള പ്രസ്താവനകൾ കണ്ടാൽ മനസ്സിലാവുക. ഇന്ന് വന്ന ശബ്ദരേഖ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളെ CPM-നെതിരായി തിരിച്ചിടുമോ? അല്ല, ഒന്ന് ആന്റണി പറഞ്ഞതിൽ പൂട്ടിയ ബാറുകൾ തുറക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് ബാറാണ് പൂട്ടിയിട്ടുള്ളത്? മദ്യത്തിൽ ബീറും വൈനും പെടുമല്ലോ. ഈ നിലവിലുള്ള എല്ലാ ബാറുകളിലും ഇപ്പോഴും വൈനും ബീറും ഉണ്ട്. ഇനി കൊടുക്കേണ്ടത് വിസ്കിയോ ബ്രാൻഡിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ളത്. അത് തുറക്കലല്ലോ. ഇപ്പോൾ ബാറായതാണ്ട് എല്ലാ ബാറുകളും അതേപോലെ തന്നെയുണ്ട്. എല്ലാം ഇപ്പോൾ VM രാധാകൃഷ്ണൻ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ ഇവിടെ എത്ര ബാറ് പൂട്ടി എന്നുള്ളത്. ഇവിടെ ബിയറും വൈനും കൊടുക്കുന്നുണ്ട്. അവിടെ ഇനി വിസ്കി കൊടുക്കണമോ ബ്രാൻഡി കൊടുക്കണമോ റമ്മ് കൊടുക്കണമോ എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ മദ്യവ്യാപാരികൾക്ക് അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഈ മദ്യം ഇവിടെ വിൽക്കണം. അതുകൊണ്ടാണ് അവർ സർക്കാരിന് ഓരോ മന്ത്രിമാരെയും കണ്ട് കാശ് കൊടുത്തതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായിട്ടൊരു നിലപാട് ഉണ്ടായില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അടുത്ത് ഭരണത്തിൽ വരാനിരിക്കുന്ന എന്ന് അവർ കരുതുന്ന LDF-ന് അടുത്തേക്ക് പോയിട്ടുണ്ടാവും. അവരൊരു പക്ഷേ ഉറപ്പ് കൊടുത്ത് അവർ ഇപ്പം തന്നെ പറഞ്ഞല്ലോ, മദ്യവർജനമാണ്, മദ്യ നിരോധനമല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്താൽ ഒരു തെറ്റുമില്ല. കാരണം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഡെമിനി പ്രസൻറ്റേഷൻ പറഞ്ഞ പോലെ അന്വേഷിച്ചിട്ട് ഈ ആരോപണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അന്വേഷിച്ചിട്ട് കണ്ടെത്തും. ഇവിടെ ഈ ബാർ ഉടമകൾ എല്ലാ ആളുകളും സമീപിച്ചു, LDF-നെ സമീപിച്ചു. അവർ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റുന്നില്ല. കാരണം ഈ സർക്കാരിനെ നിലനിർത്തണമെന്ന് ഈ കോടിയേരി ബാലകൃഷ്ണനോ പിണറായി വിജയനോ BS അച്യുതാനന്ദനോ താല്പര്യം ഉണ്ടാവുമോ? അവർ സ്വാഭാവികമായിട്ടും വീഴ്ത്താൻ പറ്റുന്ന ഘട്ടങ്ങളിലൊക്കെ വീഴ്ത്തും. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ കോഴ വാങ്ങിയോ ഇല്ലയോ, 512 ബാറുകൾ തുറക്കുന്ന ഘട്ടത്തിൽ തുറക്കാൻ വേണ്ടി അനുമതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് KM മാണിയും ബാബുവും മറ്റുള്ള ആളുകൾ ആരൊക്കെയാണെങ്കിൽ അവരൊക്കെ കാശ് വാങ്ങിയുള്ള അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കണം. അതല്ലാതെ വേറെ ഗൂഢാലോചനകൾ സ്വാഭാവികമായിട്ടും രാജു എബ്രഹാം ചിലപ്പോൾ നടത്തിയെന്ന് വരും. ഇവിടുന്ന് നമ്മളോടില്ല എന്ന് പറഞ്ഞാലും അതൊക്കെ നടത്തുന്ന അവരുടെ പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. ഇവിടെ UDF ചെയ്യേണ്ടത്, ഇവിടെ അവരുടെ കയ്യിലാണുള്ള ഭരണം. ഇതിൽ പറയുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ കോടതിയുടെ ഇപ്പം നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണത്തിലാണെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം. ഇനി അതല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ അന്വേഷിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ലാതെ ഇതിൻ്റെ ഗൂഢാലോചന സ്വാഭാവികമായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. ഇവർ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ടോ. പക്ഷേ അതല്ലല്ലോ ഇവിടെ പ്രശ്നം. അതുകൊണ്ടെന്താ അവരുടെ മദ്യനയം അതായിരിക്കാം. അത് വെച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കില്ലല്ലോ. ഇവിടെ കാശ് വാങ്ങിയതിനെക്കുറിച്ചാണ്. മാണിയും ബാബുവും മറ്റും കാശ് വാങ്ങിയോ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അതിന് പകരം മറ്റാരോപണങ്ങൾ കൊണ്ട് ആരോപണങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഈ അന്വേഷണമാണ് അടിയന്തരമായിട്ട് പോകേണ്ടത്. അതില്ല എന്ന് പറയുകയും മറ്റ് അതേ CD-യിൽ വരുന്ന മറ്റ് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ ഇരട്ടത്താപ്പാണെന്ന് എല്ലാ ആളുകൾക്കും തോന്നും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജു എബ്രഹാം, ഇതിപ്പോൾ തുറന്ന് നാട്ടുകാരോട് പറയുന്നതിൽ എന്താണ് തടസ്സം? അതായത് നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന് UDF പറയുന്നത് പോലുള്ളൊരു മദ്യനിരോധ നിലപാടില്ല, മദ്യവർജനമാണ്. ആളുകൾ ബോധവൽക്കരണത്തിലൂടെ സ്വയം മദ്യം ഉപേക്ഷിക്കുന്നൊരു നാടിനെക്കുറിച്ചാണല്ലോ നിങ്ങളുടെ സ്വപ്നം. അതാണ് നിങ്ങളുടെ മദ്യനയം. എങ്കിൽ ഇതുപോലൊരു പ്രശ്നം വന്നിരിക്കുന്നു. അങ്ങേയറ്റം അഴിമതി നടത്തുന്ന കോഴ വാങ്ങിയ മന്ത്രിമാരടങ്ങുന്ന ഒരു സർക്കാരാണുള്ളത്, മന്ത്രിസഭയാണുള്ളത്. ആ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള പൂർണ്ണമായ തെളിവുകളുമായി വന്നോളൂ. ഞങ്ങളുടേത് മദ്യനിരോധനമല്ലല്ലോ, ഞങ്ങളുടെ സർക്കാർ വരികയാണെങ്കിൽ ഞങ്ങൾ ഈ ബാറുകൾ തുറക്കുന്ന കാര്യം പുനഃപരിശോധിക്കും എന്നൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നാട്ടുകാരോട് സമ്മതിച്ചാൽ എന്താണ് കുഴപ്പം?
സനീഷ, ഇതിനകത്തൊരു രണ്ട് കാര്യമാണ് ഉള്ളത്. ഒന്ന്, ഒരു വാദത്തിന് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കൂടുതൽ ഇത് സംബന്ധിച്ച തെളിവുകൾ, കള്ളത്തരമല്ല, തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഇപ്പം എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ കൂടുതൽ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്. കാരണം ചെറിയ ആരോപണമല്ല, കോടിക്കണക്കിന് പണം ബാറുകൾ, അടച്ച ബാറുകൾ തുറക്കാം എന്ന് പറഞ്ഞ് വാങ്ങി എന്നതാണ് ആരോപണം. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ മന്ത്രിമാർ, KPCC മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ്, ചില്ലറക്കാരല്ല. പ്രാഥമികമായി വിജിലൻസ് കണ്ടെത്തിയത് മുഴുവൻ ഇതിനകത്ത് സാഹചര്യ തെളിവുകൾ അനുകൂലമാണെന്നാണ്. അപ്പോൾ കേരളത്തിലൊരു വലിയ കൈക്കൂലി കോഴ നടന്നിരിക്കുന്നു. അത് ചെറിയ കാര്യമല്ല. സജീവൻ പറഞ്ഞതിനോടാണ് എനിക്ക് പൂർണ്ണ യോജിപ്പ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എന്തിനാണ് ബാറ് തുറന്നു കൊടുക്കാൻ ഞങ്ങൾ എന്തിനാണ് ഉറപ്പ് കൊടുക്കുന്നത്? ഏത് ബാറാണ് പൂട്ടിയത്? ഒരു ബാറും പൂട്ടിയിട്ടില്ല. അവിടെ ബോർഡ് മാറ്റി, അവിടെ ബാർ എന്ന 3 വാക്കിന് പകരം അവിടെ ബിയർ പാർലർ, വൈൻ പാർലർ എന്നെഴുതി വെച്ചു. ഇത് രണ്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക പണിയല്ലേ ഇപ്പം കേരളത്തിലെ എല്ലാ ബാറുകളിലും എല്ലാ ബാർ ഹോട്ടലുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബാർ പോലും പൂട്ടിയില്ലല്ലോ. പൂട്ടാത്ത ബാർ ഞങ്ങളെന്തിനാ തുറന്നു കൊടുക്കുന്നത്? അപ്പം ഇവിടെ ഇത്തരം ഒരു വാദഗതിക്ക് ഒരു അർത്ഥവുമില്ല. ഇവിടെ സത്യത്തിൽ ചെയ്യേണ്ടത് ആരോപണ വിധേയരായ മന്ത്രിമാർ മാറി നിൽക്കണം. അവർ മന്ത്രിമാരായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വ്യക്തിവിരോധം ആരോടും ഇല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് ആരോപണം സുതാര്യമായി നടക്കട്ടെ. ഒരു അന്വേഷണം നടന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ സ്പഷ്ടമായി വന്നില്ലേ? പിന്നല്ലേ അവരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരെ കേസ്, വക്കാണം, ബഹളം ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതെല്ലാം തിരിഞ്ഞു മറിയുകയല്ലേ കേരളത്തിൽ. അതുകൊണ്ട് ഏറ്റവും സുതാര്യമായി ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ, പ്രാഥമിക തെളിവുകൾ ഉള്ള ആളുകൾ മാറി നിൽക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. അവർ ആരോപണ വിധേയരല്ല എന്ന് തെളിയുകയാണെന്നുണ്ടെങ്കിൽ അവർ മടങ്ങി വരട്ടെ. എന്താ വിരോധം? ഇവിടെ കോടതി പറഞ്ഞിട്ട് പോലും മാറാൻ മടിച്ച ആളുകളല്ലേ. ഇപ്പോൾ 8 ദിവസം ബാബുവിൻ്റെ രാജി മുഖ്യമന്ത്രി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നു. മാണിയുടെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ രാജി അംഗീകരിച്ച് അദ്ദേഹത്തെ പടിക്ക് പുറത്ത്. 2 നീതി എന്ന് പറയുന്നതിൽ എന്താ വിചിത്രമായിട്ട് എന്താ ഇവിടെ കാണാൻ കഴിയുക? എല്ലാം വിചിത്രമല്ലേ? മുഴുവൻ കാര്യങ്ങളും ഇതാണ് ഒട്ടും സുതാര്യമല്ല എന്ന് ഞങ്ങൾ ആക്ഷേപിക്കുന്നത്. അതാണ് ശ്രീ ഡൊമിനിക് പ്രസന്നേഷൻ, പ്രതിപക്ഷത്തിന്റെ ഈ ആക്ഷേപങ്ങൾ ശരിയാണല്ലോ എന്ന് ചിന്തിക്കും ജനം. എന്തുകൊണ്ടെന്നാൽ ആ യോഗത്തിന്റെ ശബ്ദരേഖയിൽ പലതുമുണ്ട്. ഇന്ന മന്ത്രിമാർക്ക് പണം കൊടുത്തിട്ടുണ്ട്, ഇന്ന മന്ത്രിമാർക്ക് പണം കൊടുക്കാനായി നമ്മൾ ഇത്ര പണം പിരിച്ചില്ലേ എന്നതടക്കമുള്ള പല പല കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ കാര്യങ്ങളെ വിശ്വസിക്കുന്നില്ല ഭരണപക്ഷം. പക്ഷേ ഇപ്പറയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് സുകേഷിനെതിരായിട്ട് അപ്പോൾ തന്നെ കേസെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഇടതുപക്ഷമാണ് ഇതിന് പിന്നിൽ, CPM ആണ് ഇതിന് പിന്നിൽ എന്ന ആക്ഷേപത്തിന് വലിയ തെളിവായിട്ട് കോൺഗ്രസ് കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് സെലക്റ്റീവായിട്ട് ചില രേഖകൾ മാത്രം, ചില ശബ്ദരേഖകൾ മാത്രം എഡിറ്റഡായി സ്വീകരിക്കാനാവുക? ഈ വലിയ മന്ത്രിമാർ അഴിമതി വാങ്ങി എന്നുള്ള വലിയ അഴിമതി നടത്തിയെന്നുള്ള വലിയ ആക്ഷേപങ്ങളെ തടയിടാൻ ഈ നിസ്സാരമായിട്ടുള്ള ചെറുതായിട്ടുള്ള ശബ്ദരേഖാ കഷണങ്ങൾ കൊണ്ട് സാധിക്കുമോ? ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മാണി സാറിൻ്റെ കാര്യത്തിൽ മാണി സാറിൻ്റെ ആരോപണം വന്നപ്പോഴേക്കും ഗവൺമെൻറ് അന്വേഷിക്കാൻ പറഞ്ഞു വിജിലൻസിനോട്. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് FIR ഇടേണ്ടി വന്നത്? ബാർ ആരും സഹകരിച്ചില്ല, ഒരാളും വന്ന് തെളിവ് കൊടുത്തില്ല. ആ തെളിവ് കിട്ടാത്ത സന്ദർഭത്തിലാണ് FIR ഇട്ട് നിയമപരം FIR ഇടുമ്പോൾ അവർ വന്നേ മതിയാവും. അങ്ങനെ FIR ഇട്ടതിന് ശേഷമാണ് അവർ വന്ന് പലരും കാര്യങ്ങൾ പറഞ്ഞതും. അവർ കൊടുത്ത ഫാക്സ് വെച്ച് അന്വേഷിച്ചപ്പോൾ അവർ കൊടുത്തതൊന്നും ശരിയല്ല. ഇപ്പോൾ പണം കൊടുത്തു എന്ന് പറയുന്ന ഒരാളുടെ ടവർ ലൊക്കേഷൻ നോക്കി മൊബൈലിൻ്റെ, അദ്ദേഹം അരമണിക്കൂർ ഓടിച്ചാൽ അവിടെ എത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചതിന് ശേഷമാണ് സുകേശൻ 2ാം റിപ്പോർട്ട് കൊടുത്തത്. ഒന്നത് ബാബുവിനായിട്ടുള്ള കാര്യത്തിൽ എല്ലാവരും വന്ന് പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടില്ല. പ്രൈവറ്റ് സെക്രട്ടറിയുടെ പടം പോലും തിരിച്ചറിയാത്ത ആളാണ് കാശ് കൊടുത്തെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അന്വേഷണം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് FIR ഇടേണ്ടി വന്നത് അന്ന് ബാർ ഉടമകൾ തെളിവ് നൽകാൻ വന്നില്ല. പിന്നീട് അവർ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടാന്ന് അവർ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് മാണി സാറിനെതിരായിട്ട് വീണ്ടും അന്വേഷണ കോടതി കേസ് കൊടുത്തത്. ആ കേസാണ് വനാനന്ദ വെച്ചിരിക്കുന്നത്, ആ അന്വേഷണ റിപ്പോർട്ട്. ബാബുവിനെതിരായിട്ട് ആദ്യം അന്വേഷിച്ചപ്പോഴും ഇപ്പോഴൊരു SP IPS കാര്യ നിഷാന്ത് അന്വേഷിച്ചപ്പോഴും ഒരു തെളിവും സബ്സ്റ്റാൻഡ് ആരെങ്കിലും വിശ്വസിക്കുമോ? ബാബുവിൻ്റെ ഓഫീസിൽ കൊണ്ട് 50 ലക്ഷം കാണിക്കുന്നു, ഉടൻ തന്നെ അദ്ദേഹം പറയുന്നു PS-നോട്. ആ PS-ൻ്റെ ഫോട്ടോ പോലും കാണിച്ചിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ എന്ത് തെളിവാണുള്ളത്? അപ്പോൾ ഇതൊക്കെ അന്വേഷണം നടന്നിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷത്തിന് വേണ്ടത് പുകമറ ഉണ്ടാക്കലാണ്. പ്രത്യേകിച്ച് ബാറ് വിഷയമാകുമ്പോഴേക്കും കുറേ എരിപുരി ഉണ്ടാവും.
അതല്ല ഇവിടെ നടന്നത്. അപ്പോൾ അന്വേഷണം നടന്നിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ ഒരു തെളിവില്ലാത്തതുകൊണ്ട് തന്നെയാണ് 2 കേസിലും. അങ്ങനെയെങ്കിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അങ്ങനെയെങ്കിൽ അതേ തത്വം വെച്ച് ഈ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒക്കെ എതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ കൂടെ തള്ളിക്കളയേണ്ടതല്ലേ? എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കൃത്യമായ തെളിവുമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാമോ എന്ന് നോക്കാം എന്നത് സ്വാഭാവികമായും ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന ആളോട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകളാണല്ലോ. നിങ്ങൾ കൂടുതൽ തെളിവുമായി വരൂ, അപ്പോൾ നമുക്ക് ആലോചിക്കാം ബാറുകൾ തുറക്കണമോ വേണ്ടയോ എന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അഭംഗിയുണ്ടോ, അപാകതയുണ്ടോ? ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയുകയില്ലായിരുന്നോ? ഇവിടെ കൂട്ടി വായിക്കേണ്ടത് വേറൊന്നുണ്ട്. എന്താ ബാറുകാരുടെ ആവശ്യം? എന്താ ബാറുകാരുടെ ആവശ്യം? ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ പറയുന്ന മാതിരി ബിയറും വൈനും മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് ലാഭം കിട്ടുന്ന അതല്ലല്ലോ. ബിയറും വൈനും കൂടെ ലാഭം കിട്ടണമെങ്കിൽ മറ്റ് ഇത് വേണ്ടേ, FL60 എന്തോ വരണ്ടേ? അപ്പോൾ അത് കിട്ടുമോ? ഈ ഗവൺമെൻറ്റിന് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്ത് പോയി. ഈ പറയുന്ന മാതിരി പ്രതിപക്ഷത്തിന് തുറന്ന് പറയാം, ഞങ്ങൾ വന്നാൽ ഞങ്ങളിത് കൊടുക്കുമെന്ന് പറയാമല്ലോ. അവർ പറയുന്നില്ലല്ലോ. ഞങ്ങൾ അതിന് മുമ്പ് അനുഭവമുണ്ട്. 96-ൽ ആൻ്റണി ചാരായം നിരോധിച്ചപ്പോൾ അന്ന് നിയമസഭയ്ക്കകത്ത് അവർ പറഞ്ഞു, അന്ന് രാജഗോപാൽ നിയമസഭ വന്നിട്ടില്ല, അതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത് 95-ൽ 96-ലൊക്കെ. അന്ന് അവർ പറഞ്ഞു ഞങ്ങൾ വന്നാൽ ഇത് മാറ്റും. പക്ഷെ മാറ്റിയില്ല, മാറ്റാൻ കഴിഞ്ഞില്ല, ജനവികാരം എതിരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾ കൊണ്ടുവന്ന ഇപ്പോൾ ഇവിടുത്തെ നയം സുപ്രീം കോടതിയിലും പറഞ്ഞത് ഗവൺമെൻറ് അവകാശമുണ്ടെന്നാണ്. അപ്പോൾ നയം വേണേൽ തിരുത്താം, ഗവൺമെൻറ് ഇഷ്ടമുള്ള നയം ഉണ്ടാക്കാം. മദ്യനയം ഓരോ വർഷം ഉണ്ടാക്കുന്നത് തന്നെയാണ് പണ്ടും കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റും എന്നുള്ള ധാരണ. അവർ കച്ചവടക്കാരാണ്, ഞാൻ അവരെ കുറ്റം പറയില്ല. ബാറുകാർ ഒത്തിരി പേർ കോടികൾ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, കിട്ടേണ്ട കാശ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഗവൺമെൻറ് താഴെ ഇറക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ അതിന് പ്രയോജനപ്പെടുത്താൻ പ്രതിപക്ഷത്തിനുണ്ടാവും. അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേസെടുക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, അത് അന്വേഷിക്കാമല്ലോ, അന്വേഷിച്ചോട്ടെ. ഞാൻ തിരിച്ചു വരാം ശ്രീ ഡൊമിനിക് പ്രസന്റേഷനൊപ്പം മറ്റ് അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ VM രാധാകൃഷ്ണൻ, ബാറുകൾ എങ്ങനെയെങ്കിലും തുറക്കുക എന്നതാണല്ലോ നിങ്ങളുടെ ആവശ്യം. അത് നടപ്പാക്കാനായി ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച് ഈ സർക്കാരിനെ താഴെയിടാൻ ഒരുങ്ങുകയാണെങ്കിൽ പോലും അത് കുറ്റം പറയാവുന്ന കാര്യമല്ലല്ലോ ആ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ. അക്കാര്യമാണ് ബിജു രമേശ് ചെയ്തതെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയായ കാര്യമല്ലേ? ബാറുകൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം ഞങ്ങൾ തുടരുകയാണ്. സാധാരണ ഹോട്ടൽ ഉടമകൾ, അതായത് ഈ കേരള ബാർ ഹോട്ടൽ അസോസിയേഷനിൽ നേരത്തെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ മറ്റൊരു സംഘടനയുടെ ഭാഗമായിരുന്നവരൊക്കെ ഞങ്ങൾ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിയമോപദേശം ഒരു ദുരുദ്ദേശപരമായ ഒരു നിയമനിർമ്മാണം ഭരണഘടനയുടെ മുൻപിൽ, നിയമത്തിൻ്റെ മുൻപിൽ നിലനിൽക്കില്ല എന്നുള്ള രൂപത്തിലാണ് ഞങ്ങൾക്ക് നിയമോപദേശം കിട്ടിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ വിധി പ്രസ്താവിച്ച ഞങ്ങൾക്കെതിരെ, അതായത് ഈ ബാറുകൾ പൂട്ടാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ നയത്തെ ശരിവെച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസിൻ്റേതായ ഒരു പ്രസ്താവന ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതായി. അതിൽ പറയുന്നത് കേരള ജനതയ്ക്ക് ഒരു സമ്മാനമായി ഒരു വിധി നൽകി എന്നാണ് ആ പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തയിൽ പറയുന്നത്. അത് ശരിയാണെങ്കിൽ, ആ വാർത്ത ശരിയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലും ഈ വിധിയെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോകും, അത് സ്വാഭാവികമായ കാര്യമാണ് ശ്രീ VM രാധാകൃഷ്ണൻ. പക്ഷേ അടുത്ത സർക്കാർ നോക്കൂ, ഞങ്ങളുടെ സർക്കാരാണെങ്കിൽ, അടുത്ത സർക്കാർ ഇടതുപക്ഷത്തിൻ്റേതാണെങ്കിൽ അവർ പറയുന്നത്, ഞങ്ങളുടെ സർക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് മദ്യനിരോധം എന്ന യാന്ത്രികമായ നിലപാടില്ല, മദ്യവർജനം എന്ന നിലപാടാണുള്ളത് എന്ന് വെച്ചാൽ സ്വാഭാവികമായും ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാനൊക്കെ അവസരമുണ്ടാകും. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ബാറുകളെല്ലാം അടച്ചിട്ടിരിക്കുന്ന ഈ സർക്കാരിനേക്കാൾ താല്പര്യം നിങ്ങൾക്ക് ബാറുകൾ തുറന്നു തരാൻ സാധ്യതയുള്ള മറ്റവരുടെ സർക്കാരിനെ ആയിരിക്കുകയില്ലേ? അതുകൊണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് മറിച്ചിട്ട് അവരെ കൊണ്ടുവരിക എന്നത് ബിജു രമേശിനെ പോലുള്ള ഒരാൾ ആലോചിച്ചാൽ, അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെ കുറ്റം പറയാനാവില്ലല്ലോ. ആ ഭാഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്കത് ശരിയായ നിലപാടായി തോന്നുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് ശരിയാണ്, വസ്തുതയാണ്. ഏതെങ്കിലും മുന്നണികളുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ സംഘടനയുടെ നേതൃത്വത്തെ സംഘടനയിലെ സാധാരണ അംഗങ്ങളോ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഈ സംഭാഷണത്തിൽ ബിജു രമേശിൻ്റെ പ്രസ്താവനയെ ആധാരമാക്കിയും ചർച്ച നടക്കുന്നു. ഒന്നാമത്തെ പോയിന്റിൽ തന്നെ സംശയമുണ്ട് ശ്രീ VM രാധാകൃഷ്ണൻ. അതായത്
ഏതെങ്കിലും ഒരു സർക്കാരുമായി നെഗോഷിയേറ്റ് ചെയ്ത് ഒന്നും ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പണം പിരിച്ചവർക്ക് കൈമാറുക എന്നത് നിങ്ങളെടുത്ത തീരുമാനമല്ലേ? അത് നടപ്പാക്കിയതിന് മേലിലാണല്ലോ ഈ പുകിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചെയ്ത ആളുകൾക്ക് ഏത് വിധേനയെങ്കിലും പണം കോഴയായിട്ട് കൊടുത്തിട്ടെങ്കിലും ഞങ്ങളുടെ പരിപാടികൾ നടക്കണമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ തിരിച്ചും ആലോചിക്കാനിടയില്ലേ? അതിലെന്ത് അഭംഗിയും തെറ്റുമാണുള്ളത്? തെറ്റിൻ്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത പണം എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ ചെലവഴിച്ചു, ആർക്കൊക്കെ നൽകി, അതോ ഇവർ സ്വയം വിനിയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒരു കണക്കിലൂടെ വെളിപ്പെടുത്താൻ സംഘടനയുടെ നേതൃത്വം തയ്യാറാകാത്തടത്തോളം കാലം ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പറഞ്ഞു ഒരു ശബ്ദരേഖ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണമെല്ലാം ആർക്കെങ്കിലും കൊടുത്തില്ല എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഈ കണക്കുകൾ വെളിപ്പെടുത്തിയാൽ ഞങ്ങൾക്കത് പറയാൻ കഴിയും. തീർച്ചയായും ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ രാജു എബ്രഹാം, ഒന്ന്, ഈ ബാർ ഉടമകളെ വലിയ തോതിൽ മലയാളികൾക്ക് വിശ്വാസമില്ല. എന്തുകൊണ്ടെന്നാൽ അവർ കോഴ കൊടുത്ത ആളുകൾ കൂടെയാണല്ലോ. ബിജു രമേശ് ഇക്കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരെല്ലാം അവരവരുടെ കച്ചവടം നടക്കാൻ വേണ്ടി എല്ലാവർക്കും പണം വാരി എറിഞ്ഞ ആളുകളാണല്ലോ. അതുകൊണ്ട് അവർ തിരിച്ചും ചെയ്യും. ഈ സർക്കാർ എന്തായാലും ഇനി തുറക്കാൻ പോകുന്നില്ല. തുറന്നു തരാൻ സാധ്യതയുള്ള മറിച്ചൊരു നയമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ ഗുണം ഞങ്ങൾക്കുണ്ടാകുമല്ലോ എന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി ഇതേക്കാൾ മോശമായ കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും എന്നൊരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയാൽ ഈ പറയുന്ന ചർച്ചകൾ നടന്നിട്ടുണ്ടാകണം. വി.എസ്. ശിവൻകുട്ടിയുടെ വീട്ടിൽ വെച്ച് ചർച്ചകൾ നടത്തുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അതിനുവേണ്ട കാര്യങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ആളുകൾക്ക് മുന്നിലുണ്ടല്ലോ. അവർ വലിയ വലിയ കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഉത്തരവാദിത്തമെങ്കിലും CPM ഏറ്റെടുക്കേണ്ടതാണ്. ഒന്ന്, ഇപ്പോൾ ചാരായ നിരോധനം 95-ൽ UDF നിരോധിച്ചു. 96-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. ഞങ്ങൾ ആ ചാരായ നിരോധനം പിൻവലിച്ച് ചാരായ വിൽപ്പന പുനഃസ്ഥാപിച്ചു കൊടുത്തില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഡൊമിനിക്ക് സൂചിപ്പിച്ചു, ഓരോ വർഷവുമാണ് ആ വർഷത്തെ മദ്യനയം തീരുമാനിക്കുന്നത്. അതാണ് കേരളം. അപ്പോൾ ഇവിടെ ജനവികാരമാണ് പ്രധാനമായും കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ ചാരായ നിരോധനം ജനവികാരത്തിൻ്റെ ഒരു അഭിലാഷം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുനഃസ്ഥാപിച്ചില്ല. അതേസമയം ഞങ്ങളുടെ തൊഴിലാളികളെ ഞങ്ങൾ പുനരധിവസിപ്പിച്ചു. അതാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏത് നയം രൂപീകരിക്കണം അതൊരു ഗവൺമെൻറ് വരുമ്പോൾ അത് ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാർ അവർ തീരുമാനിക്കുന്നതല്ല. പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് ഉപരി കമ്മിറ്റികളുടെ അംഗീകാരം വാങ്ങി അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പാക്കേണ്ട നയമാണ്. അങ്ങനെ മാത്രമേ ഞങ്ങളൊരു നയം നടപ്പാക്കുകയുള്ളൂ. അതല്ലാതെ ഇവിടെ നാളെ നിങ്ങളുടെ ബാർ മുഴുവൻ തുറന്നു കൊടുക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലിത്. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇതുവരെയുള്ള നടപടികൾ വീക്ഷിക്കുന്ന ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പിന്നെ കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാൻ സ്വാഭാവികമായും ഞങ്ങളുടെ കടമയല്ലേ. ഞങ്ങൾ അഴിമതിക്കെതിരെ നിലയുറപ്പിക്കുന്ന ആളുകളാണ്. ഏത് വ്യക്തിക്കും ഏത് രാഷ്ട്രീയ നേതാക്കന്മാരെയും പോയി കാണാം. പക്ഷേ അവിടെ പണം വാങ്ങുന്നു ചില ആളുകൾ, മറ്റാളുകൾ പണം വാങ്ങുന്നില്ല. ആ വ്യത്യാസമല്ലേ ഇവിടെയുള്ളൂ. അപ്പോൾ ഇവിടെ വേണ്ടത് തെളിവുകളാണ്, കൂടുതൽ തെളിവുകൾ. അഴിമതിയുടെ കറപുരണ്ട ഈ ഗവൺമെൻറ്റിനെതിരായി ഏത് തെളിവ് കിട്ടുമോ ആ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിച്ചാൽ ഒരു വാദത്തിനാണെങ്കിലും അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ ആവർത്തിക്കുന്നു, ഇവിടെ ബാറ് പൂട്ടിയിട്ടില്ല, ബാർ മുഴുവൻ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ടൊരു ബാറ് തുറന്നു കൊടുക്കുന്ന ഒരു നയം ഇനി വരുന്നൊരു ഗവൺമെൻറ്റിനും സ്വീകരിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഈ ശബ്ദരേഖ അതിൻ്റെ വെട്ടിത്തിരുത്താതെ പൂർണ്ണമായി എടുക്കുക. ശബ്ദരേഖയിൽ പറയുന്ന ആളുകൾ ഇപ്പം ബിജു രമേശിൻ്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടാണല്ലോ ഇന്ന് ചർച്ചകൾ മുഴുവൻ നടന്നത്. അപ്പം ആ ശരിവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴികളിലുള്ള ബാക്കിയുള്ള മന്ത്രിമാർക്കെതിരെ സ്വാഭാവികമായും FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസെടുത്തുകൊണ്ട് വസ്തുതകൾ അന്വേഷിക്കണം. അപ്പോൾ സ്വാഭാവികമായും അതിന് ടവർ ലൊക്കേഷനോ കൊടുത്ത ആളുകളുടെ സാഹചര്യ തെളിവുകൾ ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തീർച്ചയായും ശ്രീ A. സജീവൻ, ഇതുകൊണ്ടൊക്കെ കുറേയേറെ ശബ്ദരേഖകൾ, കുറേയേറെ വെളിപ്പെടുത്തലുകൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇങ്ങനെ പലതായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പല സംഭവങ്ങൾ ഉയർന്നു വരികയാണല്ലോ. ഇതുകൊണ്ട് ഭരണപക്ഷം അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുന്നിടത്ത് നിന്ന് ഇത്തരം ചില ശബ്ദരേഖ
കഷണങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കാനാകും എന്ന് കണക്കാക്കുന്നുണ്ടാകണം ഒരുപക്ഷെ ഭരണപക്ഷം. വലിയ കുഴമറിച്ചിലെങ്കിലും ഉണ്ടാക്കാം, എല്ലാം കണക്കാണ് എന്ന തോന്നലൊക്കെ ഉണ്ടാക്കാം എന്നതൊക്കെ അവരുടെ വിചാരങ്ങളിലുണ്ടാകും. അങ്ങനെ നടക്കാനിടയുണ്ടോ? യഥാർത്ഥ ഇവർ ചെന്നുപെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും നിലക്കുള്ള പിടിവള്ളിയാകുന്നുണ്ടോ ഇത്തരം സംഭാഷണ ശകലങ്ങൾ? ഇത്തരം സംഭാഷണ ശകലങ്ങളൊക്കെ അത് എങ്ങനെ LDF CPM ഉൾപ്പെടുന്ന LDF ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അതിനനുസരിച്ചിരിക്കും ഇവരുടെ ഈ വിജയവും പരാജയവും, UDFൻ്റെ വിജയവും പരാജയവും. ഇത് ശക്തമായ ആയുധമായിട്ട് ഇപ്പം ചാരായ നിരോധനം പറഞ്ഞു. രാജു അബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ ശരിക്കും അവർ പറയേണ്ട കാര്യം അവർ പറയുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിലപാട്. ഇവിടെ ചാരായ നിരോധനം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ VM രാധാകൃഷ്ണൻ ഇവിടെ ബാർ ഉടമയായിട്ടുള്ള ആൾ ചാരായത്തിനേക്കാൾ വില കുറഞ്ഞ, ചാരായം നിരോധിച്ചതിന് ശേഷം ഇവിടെ വില കുറഞ്ഞ മദ്യം എല്ലാ ഔട്ട്ലെറ്റുകളും കൊടുക്കണമെന്നും അത് പ്രത്യേകമായിട്ട് വിലവേര പട്ടിക പ്രദർശിപ്പിക്കണമെന്നുണ്ട്. ചാരായം പോലത്തെ ഒരു സാധനമാണ്. ഈ വില കൂടിയ മദ്യത്തിനല്ല, വില കുറഞ്ഞ മദ്യം എവിടെയൊക്കെ കിട്ടുന്നുള്ളത് ഇവിടെ ബെവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ പ്രദർശിപ്പിക്കണം. അപ്പോൾ ചാരായ നിരോധനം ഒരു വലിയ സംഭവമായിരുന്നില്ല. ഇവിടെ ബാറ് പൂട്ടിയുകൊണ്ട് VM രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ബാർ ഉടമകൾക്ക് കാശ് കുറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ലഹരിയുടെ അളവ് കുറയുന്നുണ്ടോ? 48% പ്രൂഫാണ് ഈ മറ്റ് മദ്യങ്ങൾക്കുള്ളത്. അത് 4 ഇരട്ടി ഡൈല്യൂട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 12%. ഇവിടെ ബിയറിൻ്റെ ഇത് എത്രയാണ്? 8 മുതൽ 12% വരെയാണ്. അതിലും കൂടിയതുണ്ടെന്നാണ് ഞാൻ കേട്ടറിവുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലഹരിയുടെ അളവിൽ ഒരു കുറവും വന്നില്ല. ഇവിടെ ബാറുകളുണ്ട്, ലഹരിയിൽ ഒരു കുറവുമില്ല. പിന്നെ വ്യാജ ചാരായം, വ്യാജ മദ്യമൊക്കെ വിൽക്കുന്നതിനുള്ള ഒരു സാധ്യത കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. കാരണം ബിയറിലൊന്നും അങ്ങനെ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതല്ലാതെ ഇവരുടെ ലാഭം കുറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ ഇവിടെ ചാരായ നിരോധനം കൊണ്ടോ ഈ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയാം. ഇവിടെ ഭീകരമായ രൂപത്തിൽ മറ്റ് ലഹരി വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു? ഇവിടെ പ്രധാനപ്പെട്ട ഒരു അംശം വിട്ടുപോവുകയാണ്. ഇവിടെ കോഴ വാങ്ങിയോ ഇല്ലയോ? ആ കോഴ വാങ്ങിയില്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് അതിന് പിന്നാലെ പോകുന്നതിന് പകരം മറ്റ് ചർച്ചകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും LDFന് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ യഥാർത്ഥ രീതിയിലല്ല ഈ ചർച്ചകളെ പലപ്പോഴും കൊണ്ടുപോകുന്നത്. അവർ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണങ്ങളൊക്കെ അവർക്ക് തിരിച്ചടിപ്പിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും ഞാൻ ഇടപെടുന്ന സമയക്കുറവുകൊണ്ടാണ്. ശ്രീ S. സജീവൻ, ശ്രീ ഡൊമിനിക് പ്രശ്നേഷൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ആ ചർച്ചകളെ വഴിതിരിച്ച് വിടാം ആകും ഇതൊക്കെ കൊണ്ട് എന്ന് കണക്കാക്കുന്നത് ശരി തന്നെ, അങ്ങനെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഈ മദ്യനയം എന്തോ വലിയ ഉദാത്തമായ സംഗതിയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ കോൺഗ്രസ് നേതൃത്വം ആകെ തന്നെയും വലിയ തോതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നാൾ വഴി അങ്ങനെ തന്നെ നോക്കിയ ആളുകൾക്കൊക്കെ അറിയാമല്ലോ VM സുധീറിൻ്റെ എടുത്ത നിലപാട് എന്താണ്, അതിന്മേൽ ഉമ്മൻചാണ്ടി ഏത് തരത്തിലുള്ള നിലപാടെടുത്താണ് ഈ മദ്യനയത്തിലേക്ക് വന്നത്, വലിയ തരത്തിലുള്ള ആലോചനകളിലേക്ക് പോയില്ല എന്നതൊക്കെയുള്ള ആക്ഷേപം ഉയർത്തുന്ന ആളുകളും അവിടെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന മന്ത്രിമാർ കോഴ വാങ്ങിച്ചു ഇന്ന കാര്യത്തിന് എന്ന പ്രധാനപ്പെട്ട ആരോപണത്തിൽ നിന്ന് വഴിതിരിച്ചു പോയിക്കൊള്ളും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ എന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കണക്കാക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഈ മദ്യനയം എന്ന് പറയുന്നത് ഞങ്ങൾ 2011 ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞു ഞങ്ങളുടെ ഗവൺമെൻറ് ആദ്യത്തെ വർഷം ഞങ്ങൾ 2 സ്റ്റാറിനേ ഉള്ളൂ, 2ാം വർഷം 3 സ്റ്റാറിനേ ഉള്ളൂ, 4ാം വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ 4 സ്റ്റാർ വരെ നിർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് മുഖ്യമന്ത്രി പോക്കറ്റിൽ നിന്ന് എടുത്തോണ്ട് നയമല്ലത്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ വായിച്ചൊക്കെ അറിയാം. ഞങ്ങൾ പറഞ്ഞു, അവസാനം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ 5 സ്റ്റാറിലേക്ക് ഒതുക്കും, കൊടുക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ അതിനുശേഷമാണ് ഈ 418 ബാറും കുറേ എണ്ണം പൂട്ടി, കുറേ ക്വാളിറ്റി ടെസ്റ്റ് വന്നു. അതിനുശേഷമാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. അത് തീരുമാനിച്ച കാര്യം എന്താ? ഞങ്ങളന്ന് ഈ എല്ലാം കൂടെ ഞങ്ങൾ പൂട്ടാൻ തീരുമാനിച്ചിരുന്നില്ലെങ്കിൽ കോടതിയിൽ പോയാൽ തീർച്ചയായിട്ടും ബാർ ഉടമകൾ വിജയിക്കും. പക്ഷേ അവിടെ ഡിസ്ക്രിമിനേഷൻ വരും. എന്തുകൊണ്ടാണ് കോടതി അംഗീകരിച്ചത്? കോടതി ഞങ്ങൾ കൺസിസ്റ്റൻ്റായി പറഞ്ഞു. മാത്രമല്ല ഞങ്ങൾ ഓരോ വർഷവും ഔട്ട്ലെറ്റ്സും പൂട്ടുന്നു. പിന്നെ സജീവൻ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇടതുപക്ഷ മുന്നണി ചാരായത്തേക്കാൾ ചീപ്പായിട്ടുള്ള മദ്യം കൊടുക്കാനും ഔട്ട്ലെറ്റ് കൂടുതൽ തുടങ്ങിയത് അവരാണ്. അപ്പോൾ അവർക്കൊരു നയമുണ്ട്, അത് അവരുടെ നയമാണ്. അപ്പം ഞാൻ പറയുന്നത് മദ്യം നമ്മുടെ സമൂഹത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മുടെ ഇടത്തരക്കാരും വർക്കിംഗ് ക്ലാസ്സിൻ്റെയും അമിത മദ്യപാനമാണ്. അത് തടയാൻ കഴിയണം. അപ്പോൾ അതിനുള്ള ഒരു കൂട്ടായ എഫർട്ട്, ഞാൻ തർക്കമൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മുടെ കേരള സമൂഹത്തിൻ്റെ മദ്യപാന സ്വഭാവം കുറയ്ക്കാനുള്ള നടപടികളുമായി എല്ലാവരും സഹകരിച്ച് പോകണം. അതുതന്നെയാണ് ഞങ്ങളുടെ ഗവൺമെൻറ് ലക്ഷ്യം.
അതിനുള്ള നടപടിക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ രാജു എബ്രഹാം, ശ്രീ എ സജീവൻ, ശ്രീ VM രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഏത് വിധത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വന്നു ഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. വളരെ നന്ദി അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.